എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ കൃഷ്ണ തുളസി, സ്മൈൽ മേക്കർ ആൻഡ് മൈൻഡ് ഹെൽത്ത് കോച്ച്. കുറേയായി ഞാനൊരു വീഡിയോ ചെയ്തിട്ട്, പക്ഷേ ഇന്ന് എനിക്ക് ഈ വീഡിയോയിലൂടെ ഒരു മെസ്സേജ് എല്ലാവരിലെയും എത്തിക്കണം എന്ന് ഒരാഗ്രഹമുണ്ട്. മറ്റൊന്നുമല്ല, ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിലും ന്യൂസിലും ന്യൂസ് പേപ്പറിലും എല്ലാം വായിച്ച് കേട്ട് നമ്മളെ എല്ലാവരെയും ഒരുപാട് വേദനിപ്പിച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യൻ്റെ സ്വാർത്ഥത കാരണം അല്ലെങ്കിൽ അവരുടെ മ്ലേച്ഛമായ ആഗ്രഹങ്ങൾ കാരണം സ്വന്തം ജീവിതം തന്നെ ഇല്ലാതാക്കി ഈ ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കാര്യം ഓർക്കുമ്പോൾ നമുക്ക് ഒരുപാട് വേദനയാണ് അല്ലേ. അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് നീതി കിട്ടാൻ വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചു, ആഗ്രഹിച്ചു. പക്ഷെ നമ്മളെല്ലാവരും ഓർക്കാൻ വിട്ടുപോകുന്ന ഒരു കാര്യമുണ്ട്. എന്താണത്? അതെ, നമ്മുടെ മനസ്സിലെ ഭാരങ്ങൾ എപ്പോഴും മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാനുള്ള ഒരു മനോഭാവം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതെ, തീർച്ചയായും നമ്മുടെ മനസ്സിനകത്ത് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടാകുമ്പോൾ നമ്മൾ പറയും അല്ലെ, ഒരു കല്ലെടുത്ത് നെഞ്ചത്ത് വെച്ച പോലെ ഉണ്ടെന്ന്. തീർച്ചയായും അതങ്ങനെ തന്നെയാണ്. ഒരു പാറക്കല്ലെടുത്തിട്ട് നമ്മുടെ നെഞ്ചിനകത്തേക്ക് സ്ഥാപിച്ച പോലെയാണ് നമുക്ക് എന്തെങ്കിലും ഒരു വിഷമമോ ഭാരമോ സ്ട്രെസ്സോ ഉണ്ടാകുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷെ ആ ഭാരം നമ്മുടെ ഉറ്റവരോടോ അല്ലെങ്കിൽ നമുക്ക് വിശ്വസിക്കാവുന്ന ആരോടെങ്കിലോ ഒന്ന് ഷെയർ ചെയ്ത് നോക്കൂ. തീർച്ചയായും ആ ഭാരം പകുതിയായി കുറയും. അതോടുകൂടി തന്നെ നമുക്ക് നമ്മളുടെ മനസ്സിനെ ഒന്ന് പിടിച്ചു വയ്ക്കാനും കഠിനമായ ചിന്തകളിൽ നിന്ന് നമ്മളെ മുക്തനാക്കാനും അത് സഹായിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ ഈ ഒരു സ്ട്രെസ്സോ ദേഷ്യമോ എന്തെങ്കിലും ആയിക്കോട്ടെ, അത് ചെറുതാണോ വലുതാണോ ഏതാണെങ്കിലും എപ്പോഴും നമ്മുടെ ഇമോഷൻസ് ഷെയർ ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നമ്മുടെ എല്ലാ ഇമോഷൻസും, ദുഃഖം മാത്രമല്ല, സന്തോഷമാണെങ്കിലും ദേഷ്യമാണെങ്കിലും അതെല്ലാം എപ്പോഴും എക്സ്പ്രസ് ചെയ്യേണ്ടിയിരിക്കുന്നു. അതായത് നമുക്കിപ്പോൾ വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മളത് പൊട്ടിച്ചിരിക്കുക തന്നെ വേണം. അതുപോലെ നമുക്ക് വളരെ ദുഃഖമുള്ള കാര്യമാണെങ്കിൽ പൊട്ടിക്കരയുക. നമുക്കിനി വളരെ ദേഷ്യമുള്ളൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ പൊട്ടിത്തെറിക്കുക. അതെ, തീർച്ചയായും നമ്മളുടെ എക്സ്പ്രഷൻസ് എപ്പോഴും നമ്മൾ റിവീൽ ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമം നടത്തേണ്ടിയിരിക്കുന്നു. അതേപോലെ തന്നെയാണ് നമ്മുടെ ഇമോഷൻസ് എപ്പോഴും ഷെയർ ചെയ്യുക. അതിന് നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തോ പാർട്ട്ണറോ അമ്മയോ അച്ഛനോ കസിൻസോ നെയ്ബേഴ്സോ ആരാണോ നിങ്ങൾക്ക് വിശ്വസിക്കാവുന്നതും നിങ്ങളുടെ കൂടെ നിൽക്കും എന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള ഒരു വ്യക്തിയെ കണ്ടുപിടിച്ച് അതിനോട് നിങ്ങളുടെ പ്രശ്നങ്ങൾ എപ്പോഴും ഷെയർ ചെയ്യുക. ഇനി നിങ്ങൾക്ക് ചുറ്റുപാടും അങ്ങനെ ഒരു വ്യക്തിയെ നിങ്ങൾക്കില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സഹായത്തിനും സേവനത്തിനുമായി ഡോക്ടേഴ്സായ ഞങ്ങൾ നിങ്ങളുടെ ഒപ്പമുണ്ട്. അതുകൊണ്ട് ഓൾവേസ് എക്സ്പ്രസ് യുവർ ഇമോഷൻസ് ആൻഡ് ഷെയർ യുവർ ഫീലിങ്സ് ആൻഡ് ഹെൽപ്പ് യുവർ സെൽഫ്. താങ്ക് യു.